ആണോ പിന്നെ ഒരു കേസുണ്ട്. ഞാൻ ഈ മിഡിൽ ഈസ്റ്റിലായിരുന്നോണ്ട് ഈ നമ്മളെ നാട്ടിലെ കംപ്ലീറ്റ് ഫെസ്റ്റിവൽസ് ഞാൻ വല്ലാതെ മിസ് ചെയ്ത കേട്ടോ. കുഞ്ഞളിയ ഒരു ഇച്ചിരി കുറയ്ക്ക്. അങ്ങനെയല്ല, മലയാളി അസോസിയേഷന്റെ കൾച്ചറൽ പ്രോഗ്രാം ഓണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീയേ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം മിസ് ചെയ്തു. ഇതൊരു ആഘോഷമായിരുന്നു അറിയുമോ? ഞാൻ പോയിരുന്നു. നല്ല ബെസ്റ്റ് ചങ്ങായി ഇത് പറയണേ. പോയിട്ടേ അരമണിക്കൂർ കൊണ്ട് തിരിച്ചിങ്ങ് വന്നിട്ട് പറയാണ് രാംകുമാറിനെ സാറിനെ വിളിക്കണം, ജോലി പെൻഡിങ് ഉണ്ടെന്ന്. സ്വന്തം നാട്ടിലെ ഉത്സവം കളഞ്ഞിട്ട് വന്നു. ഉച്ചയ്ക്ക് ശേഷം വന്നത് ഞാൻ. അയ്യേ അല്ല നിങ്ങൾ എനിക്കൊരു സംശയം, ഈ രാംകുമാർ ഇങ്ങർക്ക് കൈവേഷം കൊടുത്തിട്ടുണ്ടോ? സത്യം എനിക്ക് എപ്പോഴും തോന്നുന്നത്. അളിയാ എന്നെ എന്തുകൊണ്ടോ പറഞ്ഞു, പക്ഷെ രാംകുമാർ സാറിനൊന്നും പറയല്ലേ. പിന്നെ പുളുത്തും തമാശയൊക്കെ ആയിട്ടാണെങ്കിൽ പോലും പറയല്ലേ. രണ്ടാമതും പുളുത്തി. എന്റെ അണ്ണ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അണ്ണൻ ഈ കാര്യം പറയണതും മറ്റേ കളി അടിക്കണതൊന്നും മനസ്സിലാവണില്ലേ? അണ്ണൻ എപ്പോഴും സീരിയസ് ആണല്ലേ. ചേട്ടനൊക്കെ അറിയാമോ, ഇങ്ങനെ പണ്ട് കളിക്കാൻ വന്നാൽ ഇത് തന്നെ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ മതി, ഒപ്പം പോകുന്നോ വീർപ്പിച്ച് കരഞ്ഞോണ്ട് ഞാൻ തെങ്ങിന്റെ മുന്നിൽ പോയി. കരച്ചിലിന് ഇപ്പോഴും കുറവില്ല, കിട്ടിയ അവസരത്തിലൊക്കെ കരയും. ചിക്കനാ അത് മാത്രല്ല ഞാൻ പറഞ്ഞ ഷവായി ഓർഡർ ചെയ്ത് 3 ഫുള്ള്. അങ്ങളെ ഞങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തോ അടി ഓർഡർ ചെയ്തേ? കുറച്ച് ഓർഡർ ചെയ്തോളൂ. ഞാൻ പറയാം, ലിസ്റ്റ് പറയാം. ചിക്കൻ സ്റ്റീക്ക് അത് 3 എണ്ണം, ഷീപ്പ് കബാബ്, പിന്നെ ഫ്രൈഡ് റൈസ്, കുഴിമന്തി അത് 4 പ്ലേറ്റ്, പിന്നെ 4 ചീസി ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കപ്സ അത് 3 എണ്ണേ ഉള്ളൂ, പിന്നെ അൽഫാം, ഐസ്ക്രീം, പിന്നെ 3 ഫുൾ ചിക്കൻ ഷവായി. നാടനൊന്നും ഇല്ലടി, ഇത്രേ ഞാൻ ഓർഡർ ചെയ്തോളൂ. കൊറേ ആയി ഇത്. എന്നാ നാടനൊന്നും ഇല്ലെന്നാനും. എന്തിനാണ് ഇത്രയൊക്കെ ഞാൻ കഴിക്കാനാണ് കുഴപ്പമില്ല. വേസ്റ്റ് ആവും ഫുഡ്. ആര് കഴിക്കാനാന്നോ, എവിടെ ഒറ്റ വരുത്തി മതിയല്ലോ, എല്ലു വരെ തിന്നു. സത്യം. മാമൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്യണോ? എനിക്ക് വേണ്ടത് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. ഓർഡർ ചെയ്യണോ? വേണ്ട വേണ്ട വേണ്ട, ഇത് വേറെ. രാമൻ ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്താടാ. ഇത് മതി. വേണ്ടല്ലോ. നിങ്ങൾ ഇത്രയും കാശൊക്കെ ചെലവാക്കി വേണമായിരുന്നോ? കുറച്ച് വല്ലപ്പോഴല്ലേ, കുഴപ്പമില്ല. കുറച്ച് കുറയ്ക്കായിരുന്നു. കുറച്ചേ ഉള്ളൂ. എന്താവേ അല്ലേ, ഉച്ചയ്ക്ക് അങ്ങ് തീരും. ചിന്നു എല്ലാരും ഉണ്ടല്ലോ, എന്താ വിശേഷം? അല്ല വിശേഷമൊക്കെ നിനക്കല്ലേ. മണിക്കുട്ടാണ് ചിന്നു മണിക്കുട്ടാണ്. എടാ ഇതാടെ എന്തുവാ നാണം കുണിങ്ങി അവിടെ ഇരിക്കുന്നത്? നിന്റെ പെണ്ണല്ലേ വന്നിരിക്കുന്നത്? ഒരു സംഭവം ഉണ്ട് ഇവിടെ. എന്തെന്ന്? പാട്ട് പാട്ട് എഴുന്നേക്ക്. തുടങ്ങ. ഒരു കൊട്ട പെണ്ണുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ നിറയുന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്ന് വിഷയം മാറ്റണേ. മനുഷ്യ ഇവിടെ കൊടലി കത്തിയാണ് വന്നത്. അയ്യോ, ഇപ്പൊ കഴിക്കാനാണെങ്കിൽ പുട്ടും കടല ഇരിപ്പുണ്ട്. പുട്ടും കടലയും എന്നും ഒരു ഉണക്ക പുട്ട്. അതെങ്ങനെ എന്റെ അണ്ണൻ പിശിക്കനല്ലേ? മനുഷ്യന് പട്ടിണി കിടന്ന് ചത്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം. കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാ ഞാൻ പിശുക്കൻ തന്നെ സമ്മതിച്ചു. പക്ഷെ ഒരു കോടീശ്വരനല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്ന് ഇവന്റെ ചെലവാണ് ഇവിടെ. എന്തിന്? വെറുതെ ഒരു ഗൾഫിൽ നിന്ന് വന്നോണ്ട് ട്രീറ്റ് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് പറഞ്ഞു. ഇവര് വാശി പിടിച്ചത് നല്ല ഗ്രിൽഡ് ചിക്കൻ, ചിക്കൻ സ്റ്റീക്ക്, ഫ്രൈഡ് റൈസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്നാ എന്റെ ഒരു ആഗ്രഹം കൂടെ പറയട്ടാ. പറഞ്ഞു ഷാർജ ഷേക്ക്. അതുകൂടെ പറഞ്ഞു. ഒന്നാക്കണ്ട, പിന്നെ ഒരു 12. എന്തിനാണ് 12? ഒരു 5-6 മതി. എല്ലാവർക്കും ഞാൻ കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യം ഉണ്ടെണ്ണ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ചിന്നുവിനും ഗൾഫ് ഫുഡാണ് ഇഷ്ടം, അറേബ്യൻ ഫുഡ്. എപ്പൊ പറഞ്ഞു? അതാ മോഹൻ അല്ല ഇപ്പൊ പറഞ്ഞിട്ടില്ലേ ഷാർജ. നമ്മള് ഷാർജ പോകുമ്പോ ഷാർജ കുടിക്കും അല്ലേ ചിന്നു? ഓ അങ്ങനെ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങള് ദുബായിലായിരുന്നെങ്കിലേ അവിടെ ഒരു ഡിസേർട്ട് ഉണ്ട്, സ്പെഷ്യലാണ്. കുഞ്ഞളിയ ഇച്ചിരി കുറച്ച് ഞാൻ പറയട്ടെ, പാവം നമ്മളടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല ഉണ്ട്, പറഞ്ഞു ഉണ്ട്. കുനാഫ. അതാ ഇവിടെ ഉണ്ട്. എന്തോ അത്? അതൊരു ഡിസേർട്ട്. ഡെസർട്ടോ? പിന്നെ ഈ മനാഫ് എന്ന് പറഞ്ഞോണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിലുണ്ട്. കുനാഫ ഞാൻ കേട്ടിട്ടില്ല. ഈ മനാഫാണ് കുനാഫ ഉണ്ടാക്കണത്. കുനാഫയൊക്കെ ഇവിടെയും കിട്ടും. ഇവിടെ കിട്ടുമോ? ഓ കിട്ടും കിട്ടും. അല്ല അത് ഒട്ടാപ്പാൽ ഉണ്ടാക്കിയല്ല, അത്
തിക്കായിട്ടിരിക്കുള്ളൂ അതാണ് കുഞ്ഞളിയ എങ്ങനെ പശുവും പാലിലും ഉണ്ടാക്കാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്